വയലേശമില്ലാതെ കൃഷിയിറക്കാൻ, വയലേശമില്ലാതെ വിളവെടുക്കാൻ, ഭയമേതുമില്ലാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന നാളെയാണെൻ്റെ സ്വപ്നം. ഭയമേതുമില്ലാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന നാളെയാണെൻ്റെ സ്വപ്നം. ഇന്ന് ഭയമാണെനിക്കു പുറത്തിറങ്ങാൻ, കാട്ടുമൃഗമാണു ചുറ്റിലും നാടുനീളെ. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത്ര അംഗസംഖ്യയില്ല. എന്നിരുന്നാലും കാലാവസ്ഥ മോശമായതുകൊണ്ട് നമ്മളിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാം. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം എത്രയോ വികസനങ്ങളാണ് കൊണ്ടുവന്നത്. പിന്നെ പ്രസിഡന്റ് വലിയ വാചകം അടിക്കൊന്നും വേണ്ട. ഈ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് ഭരിച്ചപ്പോഴാ ഇവിടെ വികസനം എന്നത് കണ്ടത് തന്നെ. പ്രതിപക്ഷ നേതാവ് വലിയ വാചകമൊന്നും അടിക്കണ്ട. വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. അത് ശരിയാ, മെമ്പർ പറഞ്ഞാലും കാര്യമുണ്ട്. പട്ടിണിയുടെ കാര്യത്തിൽ വലിയ വികസനമല്ലേ നിങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്? എല്ലാവർക്കും ദിവസവും ഓരോ കോഴിമുട്ട എന്ന പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് 10 കോഴി ഞങ്ങൾ തന്നില്ലേ? മെമ്പർ പറഞ്ഞ സത്യം. കോഴിക്കോട് വാങ്ങാൻ പണമില്ലാതെ ആ കോഴികളെ മുഴുവൻ കച്ചവടക്കാർക്ക് മറിച്ചു വിറ്റതും മെമ്പർക്ക് ഓർമ്മയുണ്ടായില്ലായിരിക്കും. അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. കോഴിക്ക് ഫണ്ട് പാസ്സാക്കിയില്ലേ? കുണ്ടും കുഴിയായി കിടന്ന റോഡുകളൊക്കെ ഞങ്ങൾ ഉന്നത നിലവാരത്തിൽ ഗതാഗത യോഗ്യമാക്കിയില്ലേ? അത് ശരിയാണ്. മഴക്കാലം തുടങ്ങുമ്പോൾ റോഡ് പണി ആരംഭിക്കും. മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും. അതല്ലേ നിങ്ങളുടെ വികസനം? അല്ല, നിങ്ങളുടെ തമ്മിലടി കാണാനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. അടുത്ത വർഷത്തേക്കുള്ള വികസനത്തിന്റെ കാര്യം പറയാം മെമ്പറെ. പറയാലോ. കുളം നവീകരണം, റോഡ് നവീകരണം, എല്ലാ പോസ്റ്റുകളിലും വഴിവിളക്ക്. കോഴിയില്ലാത്ത പാവപ്പെട്ട വീട്ടുകൾക്ക് ഇപ്രാവശ്യം 10 കോഴി വെച്ച് ഫ്രീ നൽകുന്നു. വീണ്ടും നമ്മൾ മുട്ട നിന്നു ആരോഗ്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി നമ്മൾ മുന്നോട്ട് പോകും. വീടിന് റിപ്പയറിന് വല്ല ആനുകൂല്യമുണ്ടോ മെമ്പറെ? പുതിയ വീടിന് അപേക്ഷ കൊടുത്തിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ മെമ്പറെ? റോഡ് നവീകരണം, കുളം നവീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടല്ലോ. ഈ പദ്ധതി പ്രകാരം നല്ലൊരു ഫണ്ട് പോക്കറ്റിൽ അടിച്ചു മാറ്റി എടുക്കാനല്ലോ. അതിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നുമില്ല, രണ്ടും കണക്കാ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം എത്രമാത്രം വികസനങ്ങളാണ് കൊണ്ടുവന്നത്. പ്രസിഡന്റ് വല്ലാതെ ഞെളിയൊന്നും വേണ്ട. നിങ്ങൾ ഒറ്റ വോട്ട് ബലത്തിലാണ് പ്രസിഡന്റ് ആയതെന്ന് ഓർമ്മ വേണം. രാജേഷ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണോ വരുന്നത്? ക്ഷമിക്കണം, പറമ്പിൽ നിന്ന് ഇപ്പോഴാ ഒന്ന് കയറാൻ പറ്റിയത്. അല്ല മെമ്പറെ, ഈ കർഷകന് വേണ്ടി എന്തെങ്കിലും ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? പിന്നെ കർഷകർക്ക് ഫണ്ട് മാറ്റി വെക്കാത്ത കുറ്റയുള്ളൂ. ഞാനൊരു നാടൻ കർഷകനാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്നവൻ. നിറയെ പന്നിശല്യമാണ്. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പഞ്ചായത്തിൽ നിന്ന് നടപ്പാക്കി തരണം. അതിന് പരാതി പറയാനുള്ള സ്ഥലം ഇവിടെയല്ല. താൻ പോയി ഫോറസ്റ്റ് ഓഫീസിൽ പോയി പരാതി കൊടുക്ക്. താൻ വിഷമിക്കാതിരിക്കെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. 2 വർഷമായി ഞാൻ ഈ പഞ്ചായത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. എത്ര പ്രാവശ്യം പരാതി കൊടുത്തു. എൻ്റെ പറമ്പിലെ മൃഗശല്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കണക്കാ, പ്രതിപക്ഷവും ഭരണപക്ഷവും. വല്ല കാര്യമുണ്ടോ? അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകേണ്ടതുണ്ട്. ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. ആയതിനാൽ ഈ മീറ്റിംഗ് തൽക്കാലം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അതാ നല്ലത്. അല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? റോഡ് വികസനവും കുളം നവീകരണവും പിന്നെ കോഴി വികസനവും ഇതിലേക്ക് ഫണ്ട് പാസ്സാക്കി തന്ന പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഈ ഭരണസമിതിയുടെ കാലാവധിക്ക് മുമ്പായിട്ട് തീർത്തു തരുന്നതായിരിക്കും. എന്തായി രാജേഷ് ഏട്ടാ, ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ഗുണമുള്ള വല്ലതും ഉണ്ടാവോ? ഇല്ലടി, ഞാൻ ആ പുരുഷോത്തമനെ കണ്ടിരുന്നു. പക്ഷെ എന്നിട്ട് അയാളിനൊന്നും സപ്പോർട്ട് പോലും ചെയ്തില്ല. എന്തിനാ അയാൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അയാളുടെ സ്ഥലം തന്നെയല്ലേ നമ്മൾ പാട്ടത്തിന് എടുത്തിരിക്കുന്നത്. പാട്ടക്കാശെല്ലാം അയാൾ എല്ലാ വർഷവും കൃത്യമായി കണക്ക് പറഞ്ഞ് മേടിക്കാറുമുണ്ടല്ലോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നത് തടയേണ്ട വല്ല കാര്യവുമുണ്ടോ? അയാളിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. എല്ലാ വികസനങ്ങളും മുടക്കാനല്ലേ ശ്രമിക്കൂ. നമ്മൾ പാവം കർഷകർ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ.
എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ കർഷകൻ തന്നെ വേണം. എന്നാൽ കർഷകർക്ക് വല്ല ഗുണമുള്ള കാര്യം നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടുണ്ടോ? പിന്നെ ഞാൻ നാളെ പോയി നമ്മുടെ ജോത്സ്യരെ ഒന്ന് കാണുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് നല്ല വല്ലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊന്ന് അറിയാലോ. ആ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. വേഗം ഭക്ഷണം എടുത്ത്, വല്ലാതെ വിശക്കുന്നു. ഞാൻ ജോത്സ്യരിന്ന് കാണാൻ വന്നതാ. ആളുണ്ടോ അവിടെ? ആളുള്ളിലുണ്ട്. ഇരിക്കൂ, ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ചന്തമേറിയ പൂവിലും സബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. പരികൽപിത ശശഭൃതോ വധ്വാ പുനർജന്മനാ യുഷ്മൽ സസാദത സ്പഷ്ടം മമ ചിത്തേ സ്ഥിരം. സമയം ഒട്ടും നല്ലതല്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും അങ്ങോട്ട് ഫലിക്കണില്ല. ഒരുപാട് കാലമായിട്ട് കാര്യങ്ങളൊക്കെ ആകെ കഷ്ടത്തിലാണ്. എന്താ ചെയ്യാ ജോത്സരെ? രാജേഷ് ചേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജൈവ കർഷകനായി ജീവിക്കുക എന്നുള്ളത്. രാത്രിയായാൽ മൃഗങ്ങളുടെ വലിയ ശല്യമാണ്. രാവിലെ എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ വിളകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. കുട്ടികളില്ലാത്തത് കാരണം കൃഷിയോടാണ് ആ സ്നേഹം കൂടി. എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. വിഷമിക്കണ്ട. അല്ല, വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം ഈശ്വരന് സമർപ്പിക്കുക. ആരുടെയും സമയം നന്നാവാൻ അധികം കാലമൊന്നും വേണ്ടേ. അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് നോക്കിയാക്കല്ലേ, അത് ഇച്ചിരി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറും. നിങ്ങളൊക്കെ വലിയ ആൾക്കാരായിരിക്കും. ഞാൻ ഈ സ്ഥലം പൊന്നും വില കൊടുത്തു വാങ്ങിയാണ്. ഇതിന്റെ അതിര് മാത്രം ഞാൻ ഒരുത്തനും സമ്മതിക്കില്ല. അത് നടക്കൂല. മര്യാദക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അനുസരിക്കാനല്ലേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്റെ അധ്വാനത്തിന്റെ പണമാണിത്. ഇത് ഒരുത്തനെയും തട്ടിപ്പറിക്കാൻ ഞാൻ അനുവദിക്കില്ല. പറഞ്ഞതനുസരിച്ചോണം, വല്ലാതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഇല്ലെന്ന് പറഞ്ഞല്ലേ, നടക്കില്ല. അത്രയ്ക്ക് ആങ്ങന്മാരമോ? എന്നാൽ എനിക്കതൊന്ന് കാണണം. നിന്നൊക്കെ തീറ്റി പോത്തുന്ന നിന്റെ ആ പുരുഷോത്തമനല്ലേ, അയാളോട് പറഞ്ഞത് അയാളെ പരിപ്പ് ഈ ചട്ടിയിൽ വേറില്ലെന്ന്. എന്നെ ഒരുട്ടിട്ട് കൊണ്ടൊന്നും എന്റെ അതിര് വാങ്ങാമെന്ന് നീ സ്വപ്നത്തെ പോലും വിചാരിക്കരുത്. ഇതിപ്പോ എന്ന് ഈ വഴക്കൂടെ രണ്ടുപേർക്ക് നേരമുള്ളൂ. നാണം കെട്ടവനെ, നാട്ടുകാരെ പൈസ ഓസിക്കടിക്കുന്നവനെ, നിനക്ക് എത്ര നാണമുണ്ടോ? ഇവിടെ നിന്റെ മുതലാളിക്ക് നാട് മുഴുവൻ സ്ഥലമുണ്ടോ? എന്നിട്ട് എത്ര ആറ്റി മാറുന്നില്ലടോ. ഇങ്ങനെ ഒരാളിന് പാട്ടത്തിന് സ്ഥലം എടുത്ത് നിന്നെ സമ്മതിക്കണം. ഇതാ വരുന്ന സ്ഥലം പ്രമാണി പറഞ്ഞ് നാവെടുത്തില്ല, അപ്പത്തേക്ക് വന്നു. എന്ത് ചെയ്യാനാ? എനിക്ക് സ്ഥലം ഇത്തിരി കൂടുതലുണ്ടായിപ്പോയി. അതിന് നിങ്ങളാരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ തമ്പി?
ഇത് എന്റെ സ്ഥലമാണ്. ഇത് അതിന് മാത്രം ഞാൻ ഒരുത്തരും സമ്മതിക്കില്ല. ഇത് എന്റെ സ്ഥലമാണ്. എടോ, നിന്റെ സമ്മതമില്ലാതെ എനിക്കത് ചെയ്യാനറിയാം. താൻ കരുതിയിരുന്നോ? ആർക്കും ഒരു ഉപകാരം ചെയ്യണ്ട, ഒന്ന് ഉപദ്രവിക്കാതിരുന്നൂടെ? എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് മണ്ണോട് ചേരേണ്ടവരാ നമ്മളൊക്കെ. എന്തിനാ വെറുതെ വാശിയും വഴക്കും? എടോ, എന്റെ സ്ഥലമൊക്കെ തനിക്ക് പാട്ടത്തിൽ തന്നു തന്നെ പുണ്യമായി കരുതിയാൽ മതി. ഇനി എന്ത് കാണാൻ നിൽക്കടാ? വാ പോകാം. നിനക്കറിയാമോ രാജേഷ്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഭൂമി വാങ്ങിയതെന്ന്. ഇങ്ങനെ ഒരു അതിരുമാതിരി എടുത്താണെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ സ്ഥലമേ വാങ്ങില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അയാളെ കുറിച്ച് അഹങ്കാരം കൂടുതലാ. നല്ല വളക്കൂറുള്ള മണ്ണാണ്. മണ്ണിൽ തട്ട് പണിയെടുക്കണം. മണ്ണ് ഒരിക്കലും ചതിക്കില്ല, അല്ല അച്ചോ? അതെ മോനെ. കഴിഞ്ഞ വർഷം അത്യാവശ്യം വിളവൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്നിട്ടും പഞ്ചായത്തിൽ നിന്ന് കണ്ട ആനുകൂല്യങ്ങളൊക്കെ ഇയാളായിട്ട് മുടക്കിക്കൊണ്ടേയിരിക്കും. ഇതിലൊന്നും അവർക്കൊന്നും തടയില്ലല്ലോ. വല്ല റോഡ് നവീകരണോ കുള നവീകരണോ ഒക്കെ വന്നാലല്ലേ പോക്കറ്റ് വീർപ്പിക്കാൻ പറ്റൂ. ഇതു വിശപ്പിന്റെ വിളികളാണ്, ഇതു കർഷകന്റെ വിലാപമാണ്. വയലേശമില്ലാതെ കൃഷിയിറക്കാൻ, വയലേശമില്ലാതെ വിളവെടുക്കാൻ, ഭയമേതുമില്ലാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന നാളെയാണെൻ്റെ സ്വപ്നം. ഭയമേതുമില്ലാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന നാളെയാണെൻ്റെ സ്വപ്നം, ആണെൻ്റെ സ്വപ്നം. അവനിത്തിരി കളി കൂടുതലാ. നിനക്കവിടെ നന്നായിട്ട് ചെളിയിലൊന്ന് മുക്കിയെടുത്തുകൂടായിരുന്നു? അത് ഒരു പേടിത്തൊണ്ടനാ. ഇത്രയൊക്കെ പ്രായമായി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ ഈ അതിർമാന്തലൊക്കെ? ആ, നീ തന്നെ അതൊക്കെ പറയണം. ഇതിന്റെ ഗുണം കിട്ടുന്നത് നമുക്കും നമ്മുടെ പാർട്ടിക്കുവാ. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഇതിനോട് ഒട്ടും യോജിപ്പില്ല, പറഞ്ഞ കേട്ടോ. മെമ്പറെ, അങ്ങനെ കുറച്ച് ഗുണ്ട കളിച്ചൊക്കെ നിൽക്കണം, എങ്കിലേ അവർക്ക് നമ്മളെ പേടിയുണ്ടാകും. കേട്ടോ മെമ്പറെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു പാവമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വിരട്ടി നോക്കി, ആള് പേടിച്ചു പോയി. അവരുടെ അംഗസംഖ്യ 7, നമ്മുടെ 6. അവിടുന്ന് ഒരുത്തരോട് ചാക്കിട്ട് പിടിച്ചാൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. ഞാൻ ആ വനിതാ മെമ്പറോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലേലും ഉണ്ടചോറിന് നന്ദി കാണിക്കാൻ അവർക്ക് ആർക്കും അറിയത്തില്ലെന്ന്. നമുക്കൊരു കാര്യം ചെയ്താലോ? ആ 13-ാം വാർഡിലെ മെമ്പറിനെ ഒന്ന് സോപ്പിട്ടാലോ? നടന്നത് തന്നെ. നമ്മൾ സോപ്പിട്ടിട്ടേ സോപ്പ് തീരുന്നല്ലാതെ അവരൊന്നും നമ്മുടെ വരുന്ന ഒരു ലക്ഷണവും ഇല്ല. എന്തായാലും നമുക്കില്ലാത്തതൊക്കെ അവർക്ക് ഉണ്ടെന്നാ തോന്നുന്നത്. അതെന്നെ നാക്കിയതാണല്ലേ. അതിലിപ്പോ എത്ര പുതുമ. പ്രസിഡന്റിനെ അങ്ങനെ ഭരിക്കാൻ സമ്മതിക്കരുത്. പ്രസിഡന്റിനെ ഒരു ഡമ്മിയാക്കി ഇരുത്തണം, എങ്കിലേ അടുത്ത പ്രാവശ്യം ഭരണം നമുക്ക് കിട്ടും. രാജേഷേ, ഡോ രാജേഷേ. ആ, ആരിത്? പീക്കയോ? ഈ ഏട്ടൻ ഇതെവിടെ പോയി? രാവിലെ ഇറങ്ങി പോയതാ. പാടത്തേക്കാണെന്നാ തോന്നുന്നത്. ഇപ്പം ഏത് സമയവും കൃഷി എന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. ഉറക്കവുമില്ല. ഇനി അവിടെ തന്നെ കടന്നുറങ്ങിയോ എന്തോ. എങ്കിൽ ഞാനങ്ങ് പോയിട്ട് വരാം. നിക്ക്, ഞാനും വരാം. ഇന്നും നേരത്തെ തുടങ്ങിയോ? ഇയാളുടെ സ്ഥലം വേണമെങ്കിൽ മുഴുവനും ഞാൻ വെട്ടിപ്പിടിക്കും. കാണണം. എടോ, എന്റെ ശരീരത്തോടും രക്തം തന്നെയാണ്. വേണ്ടി വന്നാൽ നിന്റെ ഈ സ്ഥലം ഞാൻ തീർച്ച നശിപ്പിക്കും. എന്നും ഈ അടികൂടൽ മാത്രമേ ഉള്ളോ? ഒന്ന് നിർത്തിക്കൂടെ? അല്ല, എൻ്റെ രാജേഷേട്ടൻ ഈ വഴി എങ്ങാൻ വന്നായിരുന്നോ? അത് നോക്കാൻ ആർക്കാ നേരം? ഇവന്റെ അതിര് എന്റെ കസ്റ്റഡിയിലാക്കുന്നവരെ എനിക്ക് വിശ്രമമില്ല. നടക്കും. നാണമില്ലാത്തവരെ. ചേച്ചി, നമുക്ക് പോവാം. അതായിരിക്കുന്നു, അതാ അവിടെ ഇരിക്കണം. അതെ ചേച്ചി, അതായിരിക്കുന്നു. എന്താ രാജേഷേട്ടാ ഇത്? എന്നോടൊരു വാക്ക് പറയാതെ പോകുന്നത് എന്തിനാ? ഞാൻ അവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയില്ലേ? ഞാൻ ആകെ പേടിച്ചു പോയി. എന്നോടൊരു വാക്ക് പറയണെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? കണ്ടോ, ഞങ്ങള് വട്ട് വളർത്തിയെല്ലാം പന്നി കൊണ്ടുപോയി. ഈ മാസം വെട്ടാൻ വെച്ചിരുന്നതാ. സൊസൈറ്റിയിൽ നിന്ന് കളവെടുത്ത ലോണിന്റെ പണം അടയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യും?
പഞ്ചായത്തിന് ഒരു ആനുകൂല്യം തരാതെ എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? നട്ടുപിടിപ്പിച്ചെല്ലാം പന്നി കൊണ്ടല്ലേ? നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. ബേജാറാണല്ലോ രാജേഷ്. എല്ലാത്തിനും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം? വീട്ടിൽ പോകാൻ നോക്ക്, ഒക്കെ ശരിയാവും. ഒന്നും തുടങ്ങണ്ടായിരുന്നു. നിങ്ങളുടെ ഈ കൃഷിഭ്രാന്തൊന്ന് ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. എന്റെ പാതിയായ നീ തന്നെ അത് പറയണം. മണ്ണിലാ ഞാൻ പെറ്റു വീണത്. അന്നൊക്കെ നിറയെ പാടങ്ങളുണ്ടായിരുന്നു. കണ്ടോ, ഈ രക്തത്തിന് ചേറിന്റെ മണമാ. അത് ഞാൻ മരിക്കോളം ഉണ്ടാവും. അത് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടെ നിന്നാ മതി. നീ വാ രാജേഷേ, പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പരിഹാരം ഉണ്ടാക്കാം. അയാളെ കണ്ട് പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് നല്ലത്. പന്നികളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഞാനൊന്നും വരുന്നില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഈ അതിരുമാന്തിയുടെ പ്രശ്നം എനിക്കും അവതരിപ്പിക്കാനുണ്ട്. നീ വാ രാജേഷ്, നമുക്ക് ഒരുമിച്ച് പോകാം. മയിലും കുരങ്ങും പന്നിയും വന്നെന്റെ വിളവുകളെല്ലാം കട്ടുതിന്നു. ഭയമാണെനിക്കു പുറത്തിറങ്ങാൻ, കാട്ടുമൃഗമാണു ചുറ്റിലും നാടുനീളെ. കേൾക്കാതെ കാണാതിരുന്നിടല്ലേ, ഇതു കണ്ണുനീരിന്റെ ഗാഥയാണ്. ഇതു വിശപ്പിന്റെ വിളികളാണ്. ഇതു കർഷകന്റെ വിലാപമാണ്. ആരാ ഇത്? രാജേഷോ? കേട്ടോ രാജേഷേ, നമ്മുടെ പഞ്ചായത്തിലെ നല്ല നല്ല വികസനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാ അപ്പ കയറി അങ്ങ് ഉടക്കിടും. നമ്മുടെ പുരുഷോത്തമനെ ഇല്ലേ മെമ്പറെ? അയാളുടെ കൂടെ കൂടാൻ എന്നെ പല നാളായി വിളിക്കുന്നു. വമ്പൻ തുകകളെല്ലാം ഓഫർ ചെയ്തു. ആ ചതിയനായ മെമ്പറിന്റെ കൂടെ എന്നാൽ നമ്മുടെ ഒരു കാര്യം സാധിക്കില്ല. പ്രസിഡന്റ് അതിന് ആ ഭാവിയെ ഭരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കണ്ടില്ലേ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയ കൃഷിയായിരുന്നു അത്. ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ പന്നിക്കൂട്ടങ്ങൾ വന്ന് എല്ലാം നശിപ്പിച്ചു. എനിക്ക് ലോൺ അടക്കാനുള്ള തുക അതിൽ നിന്നും കിട്ടിയിരുന്നു. അതൊക്കെ അവറ്റകൾ നശിപ്പിച്ചില്ലേ? ആ പുരുഷോത്തമന് പാട്ടത്തുക കൊടുക്കണം. എന്താ പ്രസിഡന്റ്, കൃഷിക്കാരൊന്നും നന്നാവത്തു? നിങ്ങളിപ്പോഴുള്ളവർ ഞങ്ങളെ നന്നാവാൻ സമ്മതിക്കില്ലേ? അറിയാൻ വേലായിട്ട് ചോദിക്കുക, ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? ഇത് ഇന്ന് തന്നെയും തുടങ്ങിയതല്ല. രാജേഷിന് കിട്ടേണ്ട ധനസഹായം കിട്ടേണ്ട അടുത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണം. കൂടാതെ എൻ്റെ അതിരുമാന്തി പ്രശ്നവും തീർത്തു തരണം. ഇതൊരു അപേക്ഷയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇതെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തന്നൂടെ? ഒരു അപേക്ഷയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കൃഷി ചെയ്യുമ്പോൾ അത് സംരക്ഷിക്കാനുള്ള കഴിവ് കൂടി കർഷകൻ ഉണ്ടാവണം. അതിന് കഴിവില്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. കൃഷി നശിച്ചതിന് കരഞ്ഞോണ്ട് നടക്കുക. സ്വന്തമായിട്ടൊരു വീടില്ലേ, അതങ്ങ് പണയപ്പെടുത്തിയിട്ട് കടമടച്ച് തീർക്കാൻ നോക്ക്. തികഞ്ഞില്ലെങ്കിലേ അങ്ങോട്ട് വിൽക്കണം. അല്ലാണ്ട് നാട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞോണ്ട് നടന്നിട്ട് എന്താ കാര്യം? രാജേഷ് ഇപ്പം വീട്ടിലോട്ട് പോകാൻ നോക്ക്. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നാണമില്ലല്ലോ ഡോബി. ഒരു അത്യാവശ്യ സമയത്ത് പോലും നിങ്ങളുടെ ഈ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെപ്പോലുള്ളവർ ഈ പഞ്ചായത്തിൻ്റെ തന്നെ ശവമാണ്. വാ രാജേഷ്, നമുക്ക് പോകാം. ഇയാളോട് നിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. നീ വരുന്നുണ്ടോ അതോ ഞങ്ങൾ പോട്ടെ? ആര് വന്നാലും കോറിന് കഞ്ഞി കുമ്പിൽ തന്നെ. വാടാ, നീ വരുന്ന. ഒരു ചായ കഴിക്കാനെന്താ ഉണ്ട്? കഴിക്കാനൊന്നും അല്ല, ആരത്? രാജേഷോ? രാജേഷേ, നിന്റെ വിളവൊക്കെ നശിച്ചതിന് ശേഷം ഒരാഴ്ചയായി. നീ എന്താ അങ്ങോട്ടേക്കൊന്നും വരാത്തത്? എനിക്കൊരു തരം മടുപ്പ് തോന്നുന്നു. ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. ആർക്ക് വേണ്ടിയാ? നാട്ടുകാരൊന്നും സഹായത്തിനില്ല. ആര് പറഞ്ഞു? ഞാനുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്. എന്റെ കൂടെ കൂടിയോ? ഞാനൊന്നുമില്ല. രാജേഷേ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് അടിച്ച് പൊളിച്ച് ജീവിച്ചു തീർക്കണം. എല്ലാം മറക്കണം. ബോധം നഷ്ടപ്പെടുവണം കുടിക്കണം. ബോധം കെട്ടുറങ്ങണം. മറക്കണം. എനിക്കെല്ലാം മറക്കണം. ലോൺ അടയ്ക്കാനുള്ള കാര്യം മറക്കണം. നിന്റെ മുതലാളിക്ക് പാട്ടത്തുക കൊടുക്കാനുള്ളത് മറക്കണം. എൻ്റെ കുടുംബത്തെ മറക്കണം.
എനിക്കെല്ലാം മറക്കണം. ശരിയാ, നീ പറഞ്ഞതാ ശരി. ഈ കൃഷിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കമ്പനിയിൽ കൂട്ടുകൂടാൻ തീരുമാനിച്ചു. ഓക്കെ, എങ്കിൽ നാളെ മുതൽ നമുക്ക് അടിച്ച് പൊളിക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ. രണ്ടാഴ്ച മുമ്പ് വരെ ഈ വീടൊരു സ്വർഗമായിരുന്നു. എന്നു മുതൽ നിങ്ങളെ നശിച്ച കൂട്ടുകെട്ടിൽപ്പെട്ടോ അന്നു മുതൽ ഈ വീടൊരു നരകമായി. അത് നിനക്ക് സത്യം പറഞ്ഞ ലോൺ അടയ്ക്കാൻ വകയില്ലാതെ കൃഷി മുഴുവനും മൃഗങ്ങൾ തിന്നു തീർത്ത് ആത്മഹത്യയുടെ വക്കിലെത്തിയ എന്നെ എല്ലാം പൂർണ്ണമായി മറക്കാൻ പ്രേരിപ്പിച്ചത് മുരളിയാ. അവനും കൂട്ടരുമാണ് എന്റെ കാണപ്പെട്ട ദൈവം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഒരാഴ്ചയായിട്ട് ഞാനിവിടെ തനിച്ചാണെന്ന് വല്ല വിചാരവും ഉണ്ടോ? ഏതു നേരവും വെള്ളം ഒഴിച്ച് തലയ്ക്ക് വെളിവില്ലാതെ നിങ്ങളൊരാണാണോ? ഇറങ്ങി പോയി എന്റെ വീട്ടിൽ നിന്ന്. നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ കൃഷി മുഴുവൻ നശിച്ചത്. എന്റെ ജീവിതം മറ്റു വരണ്ട് ഉണങ്ങിപ്പോയില്ലേ? നിന്നെ എന്റെ കൂടെ കൂട്ടിയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അല്ലാതെ ഉത്തരവാദിത്തമില്ലാതെ തലയ്ക്ക് വെളിവ് പോകുന്നവരെ കുടിക്കുന്നത് കൊണ്ടല്ല. ഓ, പറഞ്ഞു തീർന്നില്ല. നാശങ്ങൾ വരുന്നുണ്ട് വഴിതെറ്റിക്കാൻ. നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ, ഞാൻ എന്റെ പാട്ടിന് പോവുകയാണ്. നന്നായി, ഇറങ്ങിക്കോ. എത്രയും പെട്ടെന്ന് വേണമെന്ന് ഇറങ്ങിക്കോ. ആകെ ബഹളമായല്ലോ രാജേഷേ. കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യാക്കണ്ട. അതിനെങ്ങനെ ഭാര്യയായ ഭർത്താവിനെ മനസ്സിലാക്കണം. കുടുംബമായാൽ വഴക്കും പിണക്കൊക്കെ ഉണ്ടാകും. പക്ഷേ പിണങ്ങി പിരിഞ്ഞാൽ അത് കൂട്ടി യോജിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ പോലെ. അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കണക്കിന് നന്നായി. ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കൂടാലോ. നീ പേടിക്കൊന്നും വേണ്ട, പുരുഷത്വമുണ്ടല്ലോ കൂടെ. പിന്നെന്താ? നിങ്ങളുടെ ഈ പോക്കത്ര ശരിയല്ല. പോകുന്നെങ്കിൽ വേഗം സ്ഥലം കാലിയൊക്കെ നോക്ക്. ദേ, എന്നെ ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. ഇതിനൊരു തീരുമാനമായിട്ട് ഞാൻ തിരിച്ചു വരും. നോക്കിയിരുന്നു. ദേ, കണ്ണുരുട്ടി പേടിപ്പിക്കല്ലേ. നീ എന്താ വിചാരിച്ചത്? എല്ലാം തീരുമാനമാക്കിയിട്ട് അവിടെ തന്നെ കൂടിയാ മതി. പൊകഞ്ഞ കൊള്ളി പുറത്ത്. നിങ്ങളെല്ലാവരും കാത്തിരുന്നോ? ഒരു പെണ്ണിന്റെ വില എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളെല്ലാരെയും ഞാൻ അഴിയെണ്ണിക്കും. പെങ്ങളെ, നല്ലൊരു ദിവസമായിട്ട് മനുഷ്യനിവിടെ പച്ചക്ക് ഇരിക്കുക. എത്രയും പെട്ടെന്നൊന്ന് പോയി തന്നാൽ ഞങ്ങൾക്ക് പരിപാടി ആരംഭിക്കാമായിരുന്നു. ഒന്ന് പോടെ. അടുക്കാറായി. ഈ കുട്ടി എന്തിനുള്ള പുറപ്പാടാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നും സംഭവിക്കില്ല. അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണം. ഗുരുനാഥ, ഇരിക്കോ? ഗുരുനാഥ, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. കൃഷിക്കായി എടുത്ത ലോണ് ഇതുവരെ അടച്ചിട്ടേ ഇല്ല. കൃഷിസ്ഥലത്തേക്കാണെങ്കിൽ പോണുമില്ല. ജീവിക്കാൻ വേറൊരു നിവൃത്തിയില്ല. ഈ രാജേഷേട്ടൻ ഇങ്ങനെ തുടർന്ന ഞങ്ങൾ എന്താ ചെയ്യാ? ആകെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. ഒരു കുന്നിന് മറുവശം ഉണ്ടാവും, ഒരു താഴ്ചയ്ക്കപ്പുറം കയറ്റമായിരിക്കും. ഇരുട്ട് കഴിഞ്ഞാൽ വെളിച്ചുണ്ടാവും. ഒരു വശം മാത്രമുള്ള നാണയം ഉണ്ടാവില്ല. പേടിക്കണ്ട, നിങ്ങളുടെ നല്ല സമയം തെളിഞ്ഞിരിക്കണു. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക. നല്ലതേ വരൂ. ഞാനേ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ ഇറങ്ങിയതാ. പോണ വഴിക്ക് ഗുരുനാഥനോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. കുടുംബജീവിതമാണ് അത്. ഒന്നും രണ്ടും പറഞ്ഞ് തല്ലി തകർക്കാൻ എളുപ്പ. അത് കണ്ട് ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അവരുടെ മുമ്പിൽ നിങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ പരാജയം കാണാൻ കുതിച്ച് നടക്കുന്നവരുടെ മുമ്പിൽ കൂടെ തല ഉയർത്തി പിടിച്ച് നടക്കണം. കുടുംബജീവിതം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പ്രശ്നങ്ങൾ വലുതാക്കി ഒടുവിൽ
ഒരിക്കലും അടുക്കാനാവാത്ത പോലെ തെറ്റിപ്പിരിയാനുള്ളതല്ല. ഞാൻ പറയണത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അല്പം ക്ഷമിക്കൂ. സമാധാനമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എല്ലാം ശുഭാവും. എല്ലാവരും ഉണ്ടല്ലോ. രാവിലെ ആയതുകൊണ്ടേ എല്ലാവരും തലയ്ക്ക് നല്ല വെളിവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിലെ മാതൃകാ കർഷകൻ എത്ര പെട്ടെന്നാ അല്ലേ ഒരു മുഴുക്കുടിയനെ മാറിയത്. നീ എൻ്റെ ക്ലാസ്സിലെ പാവം കുട്ടിയായിരുന്നു. നീ ഒരു നല്ല കർഷകനായതറിഞ്ഞ് ഏറെ സന്തോഷിച്ചത് ഈ ടീച്ചറമ്മയാണ്. നിനക്ക് എന്തു പറ്റിയടാ മോനെ? സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ഇറക്കി. പകലെന്നോ രാത്രിയെന്നോ അല്ലാതെ നന്നായി കഷ്ടപ്പെട്ടു. വിളകൾ മൂത്ത് പാകമാകുമ്പോഴേക്കും മൃഗങ്ങൾ വന്നത് നശിപ്പിക്കും. അങ്ങനെ കൃഷിക്ക് വേണ്ടി ലോണെടുത്ത പണവും പാട്ടക്കരാറിൻ്റെ പണവും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ട വക്കീല ടീച്ചറെ ഞാൻ. എന്നിട്ടിപ്പോൾ ഇവയ്ക്കുള്ള പണം നീ ഉണ്ടാക്കിയോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ താരമായിരുന്നു നീ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാർ പറയുമായിരുന്നു ഇവനെ രാജേഷിനെ കണ്ട് പഠിക്കാൻ. അല്ല, ഇവരൊക്കെ ആരാ? അത് പറയാം. നീ അറിയാത്ത കുറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് ഞങ്ങളൊക്കെ വന്നത്. എന്ത് കാര്യങ്ങൾ? നീ ഇപ്പൊ കുടിച്ച് കൂത്താടി നടപ്പില്ലേ ദാ ഈ പുരുഷോത്തമന്റെ ചിങ്കടികളുടെ കൂടെ. അങ്ങനെ പറയരുത്. അവൻ ആവശ്യപ്പെട്ടു, ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആവശ്യപ്പെടുമ്പോ കൊടുക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടി പണം? അത് പുരുഷോത്തമൻ തരും. അയാൾക്ക് എന്താ പണം കഴിക്കുന്ന മരമുണ്ടോ? അതെനിക്കറിയില്ല. എങ്കിൽ അറിയണം. 2 വർഷം മുമ്പ് നമ്മുടെ ജില്ലയിൽ മികച്ച കർഷകനായി തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ഓർമ്മയുണ്ടോ? അതെന്തൊരു ചോദ്യം! അത് ഞാനായിരുന്നില്ലേ? അന്നത്തെ അനുമോദന ചടങ്ങിൽ വെച്ച് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ആരോർക്കാൻ അതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു മികച്ച കർഷകന്റെ ഉള്ളിൽ ഒരു കലാകാരനുണ്ട്. ആ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അയാൾ ഒരു തെറ്റും ചെയ്യില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പറഞ്ഞിരുന്നു. പക്ഷെ താങ്കളെ ഈ നിലയിൽ കണ്ടതിൽ വളരെയധികം വിഷമമുണ്ട്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. പ്രസിഡന്റിനെ ഒന്നും നോക്കണ്ട. അവരെക്കാളും വലിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. നിങ്ങൾ വന്ന കാര്യം എന്താ പറഞ്ഞിട്ട് വേഗം പൊയ്ക്കൊടുക്കുന്നു. പ്രസിഡന്റോ? എന്തിനായുള്ള ആവശ്യം? കാര്യം പറഞ്ഞിട്ട് സ്ഥലം കാര്യമാക്കാൻ നോക്കി. എടോ, താൻ ഇന്നലെ കുടിച്ചതിന്റെ കെട്ടിറങ്ങിയിട്ടില്ലേ? തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് പ്രസിഡന്റ് വരട്ടെ പ്രസിഡന്റ് വരട്ടേന്ന്? ഇതാ വരുന്നുണ്ടല്ലോ. സോറി മാഡം, അല്പം ലേറ്റായി. മഴ കാരണം താമസിച്ചതാണ്. അതുകൊണ്ടെന്താ വഴിയിൽ വെച്ച് രജനിയെ കണ്ടുമുട്ടി. വരൂ, നമുക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കാം. അല്ല, ഇതിപ്പോ എല്ലാരും കൂടി എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിന്റെ കാർഷിക ലോൺ അത് എഴുതി തള്ളി. സത്യമാണോ സാർ? എന്റെ ലോൺ എഴുതി തള്ളിയോ? സത്യമാണോ പറയുന്നത്? അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ വർഷത്തെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡിന് നിന്റെ പേര് സെലക്ട് ആയിട്ടുണ്ട്. എനിക്കോ? നമുക്കോടി? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. പിന്നെ അടുത്ത കാര്യം പറയുമ്പോ നിങ്ങളാരും ഞെട്ടരുത്. അതെന്ത് കാര്യമാ പ്രസിഡന്റ്? കാര്യം നിനക്ക് അറിയാവുന്നത് തന്നെ. രാജേഷേ, നിന്റെ ഈ പുതിയ കൂട്ടുകാരില്ലേ, ഈ തെമ്മാടി കൂട്ടുകള്, ഇവരാണ് രാത്രിയിൽ നിന്റെ കൃഷി സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് പകലാകുമ്പോഴത്തേന് പന്നി കുത്തിമറിച്ചിട്ട പോലെ സ്ഥലമാക്കിയിടുന്നത്. നുണ പറയണ്ട പ്രസിഡന്റ്. എനിക്കെങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ പുരുഷോത്തമന്റെ സകല പോക്രിത്തരങ്ങൾക്കും വലങ്കൈയായി നിന്ന് നിങ്ങളെല്ലാവരും അഴിയെണ്ണാൻ തയ്യാറായിക്കോ? പ്രസിഡന്റ് ക്ഷമിക്കണം. അയാൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. പ്രസിഡന്റ്, ഞങ്ങളോട് പൊറുക്കണം. ചതിയന്മാരെ, അയാളുടെ സ്ഥലത്തിന് പാട്ടം കൊടുക്കുകയും പകരം എന്റെ വിളകൾ മോഷ്ടിക്കുകയും ചെയ്ത ദുഷ്ടന്മാരെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലോ. അവിവേകം കാണിക്കേണ്ട സമയമല്ല ഇത്. നിങ്ങളൊരു ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അയാളെ എതിർക്കണം. അയാളെ മുഴുവൻ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണം. കണ്ണടച്ച് പാല് കുടിച്ചാൽ നാട്ടുകാർ അറിയില്ലെന്ന് വിചാരിച്ചു. ഈ വർഷം രാജേഷ് മികച്ച കർഷകനായി തിരഞ്ഞെടുത്തത് ലോകം മുഴുവൻ അറിയണം. ലോകം മുഴുവൻ മലയാളികൾ രാജേഷിന് വേണ്ടി കൈയടിക്കണം.
അതിനുള്ള പ്രയത്നമാണ് ഇനി നമ്മുടേത്. ഈ തിരക്കിനിടയിൽ ഈ മാഡത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മുടെ കൃഷിഭവനിൽ പുതിയ കൃഷി ഓഫീസറാണ്. മാഡം ഇന്ന് ചാർജ് എടുക്കാൻ പോവുകയാണ്. എവിടെ കണ്ടു മറന്ന് നല്ല പരിചയം തോന്നുന്നു. 2 വർഷം മുൻപ് രാജേഷിന് സമ്മാനം തന്നത് ഞാൻ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അതിലും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പിരിഞ്ഞു പോയവരാണ് നമ്മൾ. അന്ന് ഹൈസ്കൂളിൽ 8 മുതൽ 10 വരെ നമ്മൾ ഒരുമിച്ചായിരുന്നടാ പഠിച്ചിരുന്നത്. അന്ന് നമുക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഈ ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. 10 കഴിഞ്ഞതിൽ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ല. പിന്നീട് ആ കഥകളൊക്കെ പഴങ്കഥകളായി മാറ്റപ്പെട്ടു. ഇടയ്ക്ക് എപ്പോഴോ ചിതലരിക്കാത്ത ആ പഴയ ഓട്ടോഗ്രാഫിൽ നീ എഴുതിയ വരികൾ ഞാൻ കണ്ടു. അത്രയും സ്നേഹിച്ചു പോകുന്ന ഒരാളെ നഷ്ടപ്പെടാൻ മനസ്സനുവദിക്കില്ല. നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള സകലതിൽ നിന്നും ആ ഇഷ്ടത്തെ ഒളിച്ചു വെക്കും. അതിൽ തെറ്റില്ല. കാരണം സ്നേഹത്തിന് മുന്നിൽ മനുഷ്യരെപ്പോഴും സ്വാർത്ഥരാണ്. നിന്നെ പോലെ ഞാനും ഒരു കർഷകയായിരുന്നു. നഷ്ടപ്പെട്ടു പോയ നിന്നെ ഓർത്ത് വേദനയോടുകൂടി ഞാൻ നന്നായി പഠിച്ചു, ഒരു ജോലി നേടി. കൃഷി ഓഫീസിൽ ഉദ്യോഗസ്ഥയായി ജോയിൻ ചെയ്തു. അതിനിടയിൽ വിവാഹവും കഴിച്ചു. 2 കുട്ടികളാണ് എനിക്ക്. 2ലും 4ലും പഠിക്കുന്നു. ഭർത്താവ് SBIയിൽ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ താമസം പാലക്കാടാണ്. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇവളാണ് എൻ്റെ ഭാര്യ. നല്ല സ്നേഹമുള്ളവളാണ് കേട്ടോ. അറിയാം, മാതൃകാ ദമ്പതികൾ. കുട്ടികളില്ല എന്ന വിഷമത്തിൽ ജീവിക്കുന്ന നല്ല കർഷകർ. ഇനി കുറച്ചു നാളത്തേക്ക് ഞാൻ ഈ കൃഷി ഓഫീസിലുണ്ടാവും. നീ ഇങ്ങനെ വെള്ളമടിച്ച് ജീവിതം നശിപ്പിക്കരുത്. തോറ്റുപോയെന്ന് പറഞ്ഞവരുടെ മുൻപില് ജയിച്ചു കാണിച്ചു കൊടുക്കണം. നീ പോലും അറിയാതെ നിന്റെ പണം കട്ടുമുടിക്കുന്ന പുരുഷോത്തമനില്ലേ, അവനൊരു പാഠം പഠിപ്പിക്കണം. ഇന്ന് എന്റെ കൃഷി ഓഫീസിലെ ആദ്യത്തെ ദിവസമാണ്. അവിടെയുള്ള സഹപ്രവർത്തകരെല്ലാം നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ പ്രസിഡന്റ്, നമുക്ക് അവിടെ വെച്ച് കാണാം. നമുക്ക് ഒരുമിച്ചിറങ്ങാൻ പാടും. ഏതായാലും ഓണമല്ലേ, നമുക്ക് അടിപൊളിയാക്കാം. മെമ്പറെ, പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത തവണ നമ്മൾ അധികാരത്തിലെത്തും. ഈ പുരുഷോത്തമനായിരിക്കും അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് കഴിവ് കെട്ടവനാണെന്ന് ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലേ? അത് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മളത് നടത്തിയിരിക്കും. അതാരാ വരുന്നു നോക്കി. നമ്മുടെ പ്രസിഡന്റ് ഒക്കെ ആണല്ലോ. വരട്ടെ അല്ലേ. പ്രസിഡന്റോ? വരണം വരണം. പ്രസിഡന്റ് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. അല്ല പുരുഷോത്തമ, ഈ രാജേഷിന്റെ പേരിൽ ഒരു ലോൺ ഉണ്ടല്ലോ, എന്തോ അതിന്റെ തിരിച്ചടവ് മുടങ്ങിയെന്നോ ആകെ പ്രശ്നമാകുമെന്നൊക്കെ കേട്ടല്ലോ. നീ എന്താ നമുക്കതിനൊരു പോംവഴി? പ്രസിഡന്റ്, അതിനൊരു മാർഗമുണ്ട്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക എനിക്ക് തന്നു തീർക്കട്ടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതിലും ഭേദമങ്ങ് ജയിലിലടക്കിയല്ലേ. അവനെ അല്ല, അവന്റെ പേരിൽ തട്ടിപ്പ് നടത്തി പണം സമ്പാദിച്ച് നിങ്ങളെയൊക്കെയാ ജയിലിലടക്കേണ്ടത്. എന്റെ പേരിലുള്ള ലോണിന് ഞാൻ എന്ത് മുടക്കാ വരുത്തിയത്? എല്ലാ മാസവും കൃത്യമായ തുക ഞാൻ ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ നിങ്ങളത് തിരിച്ചടച്ചില്ല. എന്തോ ഭാഗ്യത്തിന് ആ ലോൺ തള്ളിപ്പോയി. എനിക്കെല്ലാം മനസ്സിലായി. എങ്കിലും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണം? ഞാൻ എന്ത് ദ്രോഹ ഇങ്ങനത്തെ ചെയ്തത്? എല്ലാ വർഷവും കൂട്ടി കൂട്ടി വാങ്ങിക്കുന്ന പാട്ടക്കാശ് മുടങ്ങാതെ തന്നോ? അതാണോ നിങ്ങൾ എൻ്റെ മേൽ കണ്ട കുറ്റം? അതിനാണോ രാത്രി മുഴുവൻ നിങ്ങളെ ആളുകളെ വിട്ട് കൃഷി മുഴുവൻ നശിപ്പിച്ചതും എൻ്റെ ആദായം കട്ടൽ ചന്തയിൽ കൊണ്ടുപോയി വിറ്റതും?
നിങ്ങളെ മനസ്സിനേക്കാൾ എത്രയോ ഭേദമാണ് കാട്ടുമൃഗങ്ങൾ. എങ്കിലും താങ്കൾ ഇത്ര ചതിയനാണെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല. ഇത്ര നാളും ഞങ്ങളെയും ഈ നാട്ടുകാരെയും ഒക്കെ പറ്റിച്ചിട്ട് മുങ്ങി നടക്കുകയില്ലേടാ. നിങ്ങളെയൊക്കെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാറുണ്ട്. 2 വർഷം മുമ്പ് മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയ ആളാണ് നിൽക്കുന്നത്. എന്നാൽ ഇതുകൂടി കേട്ടോളൂ. ഈ വർഷത്തെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡിന് വേണ്ടി ഇവന്റെ പേരാണ് ഞങ്ങൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇത്തിരി അഹങ്കാരം കൂടിപ്പോയി. ഒരു കർഷകന്റെ വളർച്ച ഞാനായിട്ട് നശിപ്പിച്ചു. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും എല്ലാവരും കൂടി എൻ്റെ കണ്ണ് തുറപ്പിച്ചു. രാജേഷേ, നിന്റെ ലോൺ തട്ടിയെടുത്തും നിന്റെ കൃഷി സാധനങ്ങളൊക്കെ ചന്തയിൽ കൊണ്ടുപോയിട്ടും ഒരുപാട് പണം എൻ്റെ കയ്യിൽ വന്നപ്പോൾ എന്നുള്ള സ്വാർത്ഥന ഉണരുകയായിരുന്നു. മോളെ രജനി, ഇതിനൊക്കെ പ്രായച്ചിത്തമായി എൻ്റെ കൃഷിസ്ഥലത്ത് നിങ്ങൾക്കാവുന്ന കാലത്തോളം ഫ്രീ ആയിട്ട് കൃഷി ചെയ്യാം. അതിന് എനിക്കൊരു വിരോധമില്ല. ഇപ്പോഴാണോ താനൊരു മികച്ച കർഷകനായത്? നാളത്തെ സമൂഹം കർഷകനെ ആദരിക്കുന്ന സമയം വരും. കാട്ടുമൃഗങ്ങളോടും പരിസ്ഥിതിയോടും മല്ലടിച്ച് നമുക്ക് വേണ്ടി സ്വർണം വിളയിച്ചു തരുന്ന കർഷകരുടെ ഒരു ആനുകൂല്യങ്ങളും ഒരു കാരണവശാലും മുടക്കം വരുത്തരുത്. നല്ല കാലം വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി ധൈര്യമായി കൃഷിഭൂമിയിൽ വിളവിറക്കിക്കോളൂ. പിന്നെ നാളത്തെ കർഷക ജേതാവായി മാറുമ്പോ ഈ പാവം ഭാര്യയെ മറന്ന് പഴയ കൂട്ടുകാരിയുടെ പുറകെ പോകുമോ എന്നാ എൻ്റെ ഒരു സംശയം. നീ അത് മറന്നില്ലായിരുന്നോ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവില്ലേ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ? മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പളുങ്കുമണി പോലെ സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേടൂ. അതുകൊണ്ടിപ്പോൾ സത്യം മുഴുവൻ മനസ്സിലായില്ലേ? പിന്നെ ഞാനൊരു കർഷകനാണ്. മണ്ണിൻ്റെ മണമുള്ള വിയർപ്പിൻ്റെ ഉപ്പുരസമുള്ള കർഷകൻ. ആ കർഷകൻ്റെ കൂടെ കൂടാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് മണ്ണിലേക്ക് ഇറങ്ങാമേ. ഞാൻ എപ്പോഴേ റെഡി. ഇനി എന്തായാലും ഞാനും കൂടാം നിങ്ങളുടെ കൂടെ. ഈ പഞ്ചായത്ത് മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ വർഷത്തെ ജൈവ കർഷകനുള്ള മികച്ച അവാർഡ് രാജേഷിന് തന്നെ കിട്ടണം. പഴയ പോലെ വെള്ളം അടിച്ച് നടന്നാലുണ്ടല്ലോ രാജേഷേ, നിന്നെ ശരിയാക്കും, ഇവരെ ശരിയാക്കി കളയും ഞാൻ. ഇനി ഞാൻ ആ സാധനം കൈകൊണ്ട് തൊടില്ല. പഞ്ചായത്ത് പ്രസിഡന്റാണ് സത്യം. പുതിയ തലമുറ ഇതിലൊന്നും അടുത്താകാതിരുന്നാൽ മതിയായിരുന്നു. മോളെ ഇങ്ങോട്ട് വാടി. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് താഴ്ന്നവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചോരയിൽ തുടിച്ചു നിൽക്കുന്ന ലഹരി ഉണ്ടല്ലോ, അതായിരിക്കണം നമ്മുടെ ലഹരി. എന്നാ പിന്നെ എല്ലാവരും വരണടാ, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. എന്താ പുരുഷോത്തമ, റെഡിയല്ലേ? മടിയുണ്ടോ? ഒരു മടിയുമില്ല, ഞാൻ എപ്പോഴും റെഡി.